ഹായ് ഫാമിലി, നമുക്ക് എങ്ങനെ കോയിൻ ഗോൾഡിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം, അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് എങ്ങനെ സ്ലോട്ട് ബുക്ക് ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. അതിനാദ്യം നമുക്ക് വന്നിട്ടുള്ള ലിങ്കിൽ നമ്മൾ ആദ്യം കയറി രജിസ്റ്റർ ചെയ്യണം. ആ രജിസ്റ്റർ ചെയ്യുമ്പോഴാണ് നമുക്ക് കോയിൻ ഗോൾഡിൽ അക്കൗണ്ട് ക്രിയേറ്റ് ആവുക. സോ ആദ്യം ആ ഒരു സ്റ്റെപ്പിലോട്ട് പോവാം. നമുക്ക് വന്നിട്ടുള്ള ലിങ്ക് എന്താണോ ആ ലിങ്കിൽ നമ്മൾ ആദ്യം ക്ലിക്ക് ചെയ്യുക. ജസ്റ്റ് അപ്പോൾ ഇതാണ് ലിങ്ക്. ആ ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ നേരെ കോയിൻ ഗോൾഡിൻ്റെ വെബ്സൈറ്റിലോട്ടായിരിക്കും പോവുക. അവിടെ രജിസ്ട്രേഷൻ ഡീറ്റെയിൽസാണ് അവിടെ നമ്മൾ ഫില്ല് ചെയ്യേണ്ടത്. സോ നമ്മുടെ നെയിം നമുക്ക് ആദ്യം കൊടുക്കാം. അപ്പോൾ എൻ്റെ പേര് ഞാൻ അവിടെ എന്ത് ചെയ്യാണ്, ടൈപ്പ് ചെയ്യാണ്, പ്രശോദ്. പ്രശോദ് ദാസ്. നെക്സ്റ്റ് നമ്മുടെ മെയിൽ ഐ ഡി ആണ് നമുക്കവിടെ ചോദിക്കുന്നത്. അപ്പോൾ അവിടെ മെയിൽ ഐ ഡി നമുക്ക് എന്ത് ചെയ്യാം, ടൈപ്പ് ചെയ്ത് കൊടുക്കാം, prashoddas@gmail.com. സോ നമുക്ക് വന്നിട്ടുള്ള ആ റഫറൽ കോഡ് അവിടെ ഉണ്ടാവും. അതിനുശേഷം കണ്ടിന്യൂ കൊടുക്കുക. കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ വെരിഫിക്കേഷൻ കോഡ് നമ്മുടെ മെയിലോട്ട് പോയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് മെയിലിൽ പോയിട്ട് ആ വെരിഫിക്കേഷൻ കോഡ് നമ്മൾ എന്ത് ചെയ്യുക, നമ്മളെടുക്കുക. മെയിലിൽ ആ വെരിഫിക്കേഷൻ കോഡ് ഉണ്ടാവും. വെരിഫിക്കേഷൻ കോഡ് 1608. ഓക്കെ, 1608. അതിനുശേഷം നമുക്കൊരു OTP ക്രിയേറ്റ് ചെയ്യാനായിട്ട് അവിടെ കാണിക്കും. സോറി, OTP അല്ല, പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് അവിടെ കാണിക്കും. അവിടെ നമ്മൾ പാസ്വേഡ് എന്ത് ചെയ്തു, ടൈപ്പ് ചെയ്ത് കൊടുത്തു. 8 അക്ക പാസ്വേഡാണ്. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും നമ്മുടെ അക്കൗണ്ട് അവിടെ ക്രിയേറ്റായി. ഇതാണ് നമ്മുടെ കോയിൻ ഗോൾഡിൻ്റെ അക്കൗണ്ട് വരുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. നമ്മുടെ വാലറ്റ്, അതുപോലെ തന്നെ നമ്മുടെ പ്രൊജക്റ്റുകൾ. താഴെ നമുക്ക് 10,000-ൻ്റെ പൂള് കാണാം, 1,00,000-ൻ്റെ പൂള് കാണാം. അതിന് താഴെ വിന്നേഴ്സായിട്ടുള്ള ആളുകളുടെ വീഡിയോസ് ഉണ്ട്. ഇവിടെ പർച്ചേസിങ് വീഡിയോസ്, റീസെൻ്റ്ലി വന്നിട്ടുള്ള 10 അച്ചീവേഴ്സിൻ്റെ ഡീറ്റെയിൽ കാണാം. നമ്മുടെ മൈപ്പൂള് കാണാം, അടിയിൽ വാലറ്റ് ഉണ്ട്, റഫറലിൻ്റെയാണ്. ഇതെല്ലാം നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് സ്ലോട്ട് ബുക്കിംഗ് ആണ്. അപ്പോൾ നമുക്കിവിടെ സ്ലോട്ട് ബുക്ക് ചെയ്യണം. അപ്പോൾ ഞാനതിനായിട്ട് 1,00,000-ൻ്റെ പൂൾ എടുത്തു. 1,00,000-ൻ്റെ പൂൾ നമുക്ക് നോക്കിയറിയാൻ പറ്റും. 63 ഔട്ട് ഓഫ് 100, അതായത് 100 സ്ലോട്ടിൽ ഇനി 63 എണ്ണം ബാക്കിയുണ്ട്. അപ്പോൾ ബുക്ക് യുവർ സ്ലോട്ട് ഞാൻ ക്ലിക്ക് ചെയ്തു. താഴേക്ക് പോയി ഞാൻ ബുക്ക് നൗ കൊടുത്തു. അപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള നമ്പേഴ്സ് ഇവിടെ ഉണ്ട്. ബാക്കി എല്ലാവരും ഓരോ ആളുകൾ ബുക്ക് ചെയ്ത് പോയിട്ടുണ്ട്. സോ ആ പൂളിൽ നമുക്ക് 25 സ്ലോട്ട് വരെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ബുക്ക് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഒരു 25 സ്ലോട്ട് വരെ നമുക്ക് ബുക്ക് ചെയ്യാം. സോ 2, 4, 6, 10 സ്ലോട്ട് വരെ ഞാൻ ബുക്ക് ചെയ്തു. അപ്പോൾ ഓരോ നമ്പറിനും 1 lakh ഇതിൻ്റെ വാല്യൂ. ഇപ്പോൾ 10 സ്ലോട്ട് ബുക്ക് ചെയ്യണമെങ്കിൽ 10 ലക്ഷം. അതിന് താഴെ INR ഉണ്ട്, USDT ഉണ്ട്. നമ്മളത് USDT ആക്കാം. അതിനുശേഷം കണ്ടിന്യൂ കൊടുക്കുക. കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കമ്പനി USDT വാലറ്റ് അഡ്രസ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നെറ്റ്വർക്ക് ID ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കയ്യിൽ USDT ആണുള്ളതെങ്കിൽ കമ്പനിയുടെ വാലറ്റ് അഡ്രസ്സ് കോപ്പി ചെയ്തിട്ട് USDT നമ്മൾ എന്ത് ചെയ്യുക, കമ്പനിയിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുക. നെറ്റ്വർക്ക് ID പ്രത്യേകം ശ്രദ്ധിക്കണം, TRC20 ആണ് നെറ്റ്വർക്ക്. ഇനി നമ്മൾ USDT അല്ലെങ്കിൽ നമ്മൾ INR USDT ആക്കി മാറ്റുക. എന്നിട്ട് ഇതേ രീതിയിൽ തന്നെ USDT നമ്മൾ എന്ത് ചെയ്യുക, കമ്പനിയിലോട്ട് അയക്കുക. അതിനുശേഷം താഴെ ആ സ്ലിപ്പ്, USDT പോയതിൻ്റെ സ്ലിപ്പ് നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കുക. എന്നിട്ട് അപ്ലോഡ് ബാങ്ക് റിസീപ്റ്റ് എന്ന് കാണിക്കുന്നുണ്ട്. അവിടെ പോയിട്ട് നമ്മൾ ഫയൽ അറ്റാച്ച് ചെയ്യുക. ഇവിടെ നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറ്റാച്ച് ചെയ്യാൻ പറ്റും. ആ നമ്മൾ സ്ക്രീൻഷോട്ട് അല്ലെങ്കിൽ ആ കമ്പനിക്ക് പോയതിൻ്റെ സ്ലിപ്പ് അറ്റാച്ച് ചെയ്ത് താഴെ കാണുന്നതോട് സബ്മിറ്റ് ഉണ്ട്. ആ സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ സ്ലോട്ട് ബുക്കിംഗ് കൺഫേം ആവും. സോ ഈസി സ്റ്റെപ്പാണ്. അപ്പോൾ എല്ലാവർക്കും ഇത് ഉപകാരപ്രദമാവട്ടെ. എല്ലാവരും ഇതേ രീതിയിൽ തന്നെ സ്ലോട്ടുകൾ ബുക്ക് ചെയ്യുക, രജിസ്ട്രേഷൻ നടത്തുക, കോയിൻ വെക്കിലൂടെ വലിയ വിജയങ്ങൾ നേടട്ടെ. ഓൾ ദി ബെസ്റ്റ് മൈ ഫാമിലി. താങ്ക് യു.